പഠനങ്ങൾക്കും ഈ പിന്നെ അനുസ്മരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഈ സമ്മേളനം വളരെ പ്രൗഢമായിട്ടുള്ള വേദിയാണ് നമുക്കുള്ളത്. അത്രയും നല്ല പ്രൗഢമായിട്ടുള്ള സദസ്സാണുള്ളത്. അതുതന്നെ നമുക്ക് ഈ എഴുത്തുകാരനോടുള്ള നമ്മുടെ ആദരവിന്റെ ഏറ്റവും വലിയ നിദർശനമായി എനിക്ക് തോന്നുന്നു. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ച, മനുഷ്യന്റെ അഭിമാനത്തിന് വേണ്ടി എന്നും നൊമ്പരം കൊണ്ട ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് തല ഉയർത്തി പട്ടിണിയില്ലാതെ അന്തസ്സോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു നാളെ സ്വപ്നം കണ്ട ഒരു തലമുറയുടെ, വേദന അറിഞ്ഞ ഒരു തലമുറയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിലേക്ക് മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ എഴുത്തുകാരൻ, നോവലിസ്റ്റുകളിൽ ഒരാളായ ശ്രീ കോവിലന്റെ സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ ആദരാഞ്ജലികൾ, എന്റെ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഉപക്രമം പുസ്തകത്തിനായി ശ്രീ പി രാധാകൃഷ്ണനെ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഈ സമ്മേളനം വളരെ ഔചിത്യപൂർവ്വം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവിയും മലയാള സർവകലാശാല വൈസ് ചാൻസലറുമായ ശ്രീ ജയകുമാർ അജയ്, ശ്രീ മാടമ്പൂർ കുഞ്ഞപ്പറ്റൻ, ശ്രീ വസന്തൻ സാർ, കൃഷ്ണേട്ടൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, സമ്മാനം നേടിയ കുട്ടികളെ, കോവിലൻ ട്രസ്റ്റിന്റെ അംഗങ്ങളെ, കോവിലിന്റെ ബന്ധുമിത്രാദികളെ, തൃശ്ശൂരിന്റെ പ്രബുദ്ധമതികളായ സുഹൃത്തുക്കളെ, നമസ്കാരം. കോവിലിന്റെ 3ാമത്തെ മരണദിനം അനുസ്മരിക്കുന്ന ഈ സമയത്ത് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിരിക്കുകയാണ്. മലയാള ഭാഷ ശ്രേഷ്ഠമാണോ അല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെട്ടതിൻ്റെ സന്തോഷം, അങ്ങനെയല്ല എന്ന് പറയാതിരുന്നതിൻ്റെ സന്തോഷം നമ്മൾ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇത്. എങ്ങനെയാണ് ഒരു ഭാഷ ശ്രേഷ്ഠമാവുക എന്ന ചോദ്യത്തിന് ഒരു വലിയ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിലുള്ള ഉത്തരം ആ ഭാഷയിൽ ശ്രേഷ്ഠമായ കൃതികൾ ഉണ്ടാകുന്നതിലൂടെയാണ് എന്നാണ്. മറ്റെന്തൊക്കെ നമുക്കുണ്ടായാലും, എത്ര വലിയ ഒരു പൈതൃകം ഉണ്ടായാലും, എത്ര വലിയ ഒരു ഭാവി പ്രതീക്ഷ ഉണ്ടായാലും, എത്ര പരാക്രമങ്ങൾ കാണിച്ചാലും നമുക്ക് ശ്രേഷ്ഠത കൈവരില്ല എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംശയമില്ല. ആരും മാതൃഭാഷയായി സംസാരിക്കാത്ത, സംസാര ഭാഷയായി ഉപയോഗിക്കാത്ത സംസ്കൃതം പോലുള്ള ഭാഷകൾ ശ്രേഷ്ഠ ഭാഷകളായി കാലാന്തത്തോളം നിലനിൽക്കുന്നത് ഈ ഒരു സത്യം പ്രമാണമാക്കിയാണ്. നമുക്ക് മലയാളത്തിന് കിട്ടിയ ശ്രേഷ്ഠ ഭാഷാ പദവി നിലനിർത്താനും അതങ്ങനെ തന്നെയാണ് എന്ന് നാളെ ലോകത്തിന് മുമ്പിൽ സ്ഥാപിക്കാനും ആവശ്യമായ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നല്ല കൃതികൾ ഉണ്ടാക്കുക എന്നത്. 2, നല്ല കൃതികൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുക എന്നത്. 3, ഇങ്ങനെയുള്ള പരിശോധനയുടെയും സൃഷ്ടിയുടെയും ഭാഗമായി കിട്ടുന്ന കൃതികളെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത്. നമ്മളിത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത് പറഞ്ഞ പരിഗണനയാണ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ഉത്തരമായി നമുക്ക് കയ്യിൽ വരേണ്ട കാര്യം. നമുക്കുണ്ടാകുന്ന കൃതികളിൽ നല്ലതേത്, ചീത്തയേത്, എല്ലാ കാലത്തും ജീവിക്കാവുന്നതേത്, അങ്ങനെയുള്ളതല്ലാത്തതേത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കേണ്ടത് വസ്തുനിഷ്ഠമായ ശ്രദ്ധാപൂർവമുള്ള നിരൂപണം ആണ്. അങ്ങനെയൊന്ന് മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല നിശ്ചയമില്ല, പക്ഷേ ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. വൈദേശികമായ ചില സാഹിത്യ ധാരണകളിന്മേൽ ഊന്നി നിന്നുകൊണ്ടുള്ള വളരെ 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 ദുരൂഹമായ ഒരു സാഹിത്യ വിമർശന പദ്ധതി നമ്മുടെ അക്കാദമിക രംഗങ്ങളിൽ നിലവിൽ വരികയും
എഴുത്തിന്റെ ആന്തരികമായ സൗന്ദര്യവും പ്രസക്തിയുമൊക്കെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ലോകത്തേക്ക് കോവിലിന്റെ കൃതികളെ കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരാണ്. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ കൃതികളെ കുറിച്ച് എന്തുമാത്രം സമഗ്ര പഠനങ്ങളുണ്ടായി എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, കാര്യമായി ഒന്നും ഉണ്ടാകില്ല എന്ന്. പിന്നെങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് സാമാന്യമായ ഒരു ധാരണയിൽ എത്തുക എന്ന ചോദ്യത്തിന് എത്താൻ സാധാരണക്കാർക്ക് പ്രയാസമാണ് എന്നുള്ളതാണ് വസ്തുത. ഇത് നീങ്ങിയേ മതിയാവുകയുള്ളൂ. മലയാള സാഹിത്യം എന്ന് പറയുന്ന ഒരു വലിയ പ്രവാഹത്തില് എവിടെയാണ് കോവിലൻ എന്ന എഴുത്തുകാരൻ നിൽക്കുന്നത് എന്നും അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയ വിലപ്പെട്ട സംഭാവനകള് എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്, ആസ്വദിക്കപ്പെടേണ്ടത് എന്നും നിശ്ചയിച്ച് കിട്ടാൻ നമുക്ക് ഇതുവരെ മാർഗമുണ്ടായിട്ടില്ല. നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം ഇത് താമസിയാതെ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി അംഗീകരിക്കുകയാണ്. നമുക്ക് ഒരുപാട് നോവലിസ്റ്റുകളും കഥാകൃത്തുക്കളുമുണ്ട്. കോവിലിന്റെ കൂടെ തന്നെ എഴുതി തുടങ്ങിയ പട്ടാള കഥ എഴുത്തുകാരുണ്ട്. അതിനുശേഷം അവരെ പല വഴിക്ക് തിരിഞ്ഞ് പല കൈവഴികളിലൂടെ പോയി പല രീതിയിലുള്ള കൃതികൾ രചിക്കുകയുണ്ടായിട്ടുണ്ട്. കോവിലിന് മുൻപും പിൻപുമുള്ള കഥാകൃത്തുക്കളുണ്ട്, ശൈലികളുണ്ട്, ഭാഷാ രീതികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുള്ള ഇതിനകത്തു നിന്നുകൊണ്ട് ഇതൊക്കെയാണ് കോവിലിന്റെ സൃഷ്ടിപരതയുടെ ഏറ്റവും പ്രഗത്ഭമായ വശം എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കേണ്ടത് എന്നെ പോലെയുള്ള എഴുത്തുകാരല്ല, ഞങ്ങളുടെ കൃതികളെ പഠിക്കുന്ന വിമർശകർ എന്ന് പറയുന്ന അധ്യാപക ഗുരുനാഥന്മാരാണ് എന്നുള്ളതാണ് വസ്തുത. ഈ ഗുരുത്വം നമുക്ക് ഇപ്പോഴും ഉണ്ട് ബാക്കി. പക്ഷെ അവരെ അതിനെ പ്രേരിപ്പിക്കാനോ അതിനെ നിർബന്ധിക്കാനോ നമുക്ക് ഇനിയും കഴിയുന്നില്ല. പഴയ കാലത്തെ കഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കഥയുടെ തുടർച്ചയായിട്ട് വന്ന കഥകളൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അധിനിവേശത്തിന്റെ കൂടി കഥകളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന സാമൂഹ്യമായ ഒരുപാട് അരക്ഷിതാവസ്ഥകളെയും അനീതികളെയും വളരെ ധൈര്യമായി വിമർശിക്കുക കൂടി ചെയ്ത കഥകളായിരുന്നു അവ. നമുക്കറിയാം, ഒരു ഉണർവിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന തുഴച്ചിലുകളായിരുന്നു ആ കഥകൾ. ഞാൻ അദ്ദേഹത്തിന്റെ കഥകളാണ് ആദ്യം വായിക്കുന്നത്. അത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഡിഗ്രിക്കും ഉച്ചദിവസമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് മാതൃഭൂമിയായിട്ട് പഠിക്കുകയും മറ്റാനുകാര്യങ്ങളിലുമൊക്കെ ധാരാളമായി തന്നെ കോവിലിൻ കഥകൾ എഴുതിയിരുന്നു. കുറേ കഥകൾ വായിച്ചതിന് ശേഷം പിന്നീട് കോവിലിന്റെ നോവൽ പ്രപഞ്ചത്തിലേക്ക് കടക്കുന്നു. കോവിൽ എന്ന അസാധാരണമായ എഴുത്തുകാരന്റെ നോവലുകളെ രണ്ട് വലിയ വിഭാഗങ്ങളായി തരംതിരിക്കാം എന്ന് തോന്നുന്നു. ആദ്യകാലത്ത് എഴുതിയ തോറ്റങ്ങളും അവസാനം എഴുതിയ സപ്തകവും ഒരു ഗ്രൂപ്പിൽ എടുക്കാവുന്ന കൃതികൾ. മറ്റ് കൃതികൾ A-B, ഹിമാലയം, ഏഴാമനം, ഈ മൂന്ന് കൃതികൾ മറ്റൊരു വിഭാഗത്തിലും ഉൾപ്പെടുത്താവുന്നു. 50കളുടെ അവസാനവും 60കളുടെ ആരംഭവുമാണ് മലയാളത്തിൽ ഏറ്റവും പോപ്പുലറായി തീർന്ന എഴുത്തുകാർ M.T. വാസുദേവൻ നായർ, പിന്നെ ഒരു പുള്ളിനെയും പോലെ പാങ്ങിപ്പോയ രാജലക്ഷ്മി. ഒരുപാട് പേര് അവരുടെ കൃതികൾ വായിക്കുന്നുണ്ട്. ഞാൻ എടുത്തു പറഞ്ഞത് ഈ M.T.യും രാജലക്ഷ്മിയും നമുക്ക് പകർന്നു നൽകുന്ന ശാന്തവും മൃദുലവുമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ പരുഷവും പരുക്കനുമായ മറ്റൊരു അന്തരീക്ഷത്തിലേക്കാണ് കോവിലൻ വായനക്കാരന്റെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോവിലിന്റെ നോവലുകളെ പറ്റി പറയുമ്പോഴൊക്കെ
അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ കുര്യപ്പുറത്തിലേറ്റവുമായ പ്രശസ്തമായിട്ടുള്ള വരികളാണ് എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒഴിക്കാറ്. പുറം കഠോരം പരിശുഷ്കം മൃദുസ്വാദുരധാനുയുദ്ധം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള രണ്ടുപേര്. ഇതിലെ ഈ പരുക്കൻ പ്രതിപാദനവും അതിലെ വാക്കുകളുടെയും പ്രണയത്തിൻ്റെയും മൂർച്ചയും വല്ലാത്തൊരാഘാതമാണ് മനസ്സിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും ആലങ്കാരിക ഭാഷയിൽ ഉൾവാങ്ങാത്ത മുറിവ് എന്നൊക്കെ പറയാം. കോവിലിന്റെ കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉൾവുണങ്ങാത്ത ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അനുഭവം. വ്യക്തിപരമായി കോവിലുമായി ഞാൻ അടുത്ത് പെരുമാറിയിട്ടുള്ള സന്ദർഭങ്ങൾ 4-5 മാത്രമേ ഉള്ളൂ. 1970-കളുടെ മധ്യത്തിലെ ആണെന്ന് തോന്നുന്നു ഇന്ത നടത്തിയ ഒരു മത്സരത്തിൽ എനിക്കൊരു സമ്മാനം കിട്ടുന്നുണ്ട്. ഈ സമ്മാനം തന്നത് ഒരു പുസ്തകത്തിന് സമ്മാനം കിട്ടുന്നുണ്ട്. ആ സമ്മാനം തന്നത് എറണാകുളത്ത് വെച്ച് കൂടിയ ഒരു സമ്മേളനത്തിൽ കോവിലിനാണ്. അന്ന് ആ പുസ്തകത്തെ പറ്റി സംസാരിച്ചത് സാനുമാഷാണ്. കോവിൽ പറഞ്ഞു, ഈ പുസ്തകത്തെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് സാനുമാഷ പ്രസംഗത്തിന് ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു കോവിൽ. സാനുമാഷ പ്രസംഗം കഴിഞ്ഞപ്പോൾ കോവിലും പറഞ്ഞു, ഇനി എനിക്ക് ഒന്നും പറയാനില്ല, അത് കാരണം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോവിൽ ആദ്യമായിട്ട് ആ പുസ്തകത്തെ പറ്റി പറഞ്ഞത്. പിന്നീട് സാഹിത്യ അക്കാദമിയിൽ വരുന്ന ഒരു ദിവസം പ്രഭാകരൻ അങ്ങോട്ട് പ്രഭാകരന്റെ മുറിയിൽ ചെന്നപ്പോഴാണ് കോവിലിനോട് ഇരിക്കുന്നത്. അപ്പോൾ കോവിലൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തന്റെ കൃതികളെ പറ്റി വേണ്ട ഗൗരവത്തോടു കൂടിയുള്ള പഠനം നടക്കുന്നില്ല എന്നൊരു പരാതിയായിട്ടാണ് ഇരിക്കുന്നത്. അന്ന് കോവിലൻ പറഞ്ഞ ഒരു കാര്യം അല്ലാതെ മനസ്സിൽ തട്ടുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊഫസർമാർക്കൊക്കെ എവിടെയായിരുന്നു നേരം എന്നാണ് കോവിലൻ ചോദിച്ചത്. എന്റെ നോവൽ വായിച്ചാൽ അതിനെപ്പറ്റി പഠിക്കാൻ പ്രൊഫസർമാർക്കൊക്കെ എവിടെയാണ് നേരം എന്നുള്ള ഒരു സ്വന്തം പരിഭവമായിട്ട് ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. തൊഴിലുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടത് കാരണം ഈ അടി എനിക്കുകൂടി ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അല്ല എന്ന് നടിച്ചുകൊണ്ട് ഞാൻ പോയി. പിന്നീടാണ് സാഹിത്യ ലോകത്തിന്റെ ഒരു പതിപ്പിനു വേണ്ടി കോവിലന്റെ നോവലുകളെ പറ്റി സാമാന്യം നീണ്ട ഒരു പ്രബന്ധം കോവിലന്റെ കഥ എന്ന പേര് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു 10-28 പേജ് വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് മുഴുവൻ ആ സാഹിത്യ ലോകത്തിൽ വരികയില്ല. പിന്നീട് ഒരു 4-5 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പ്രഭാകരനെ കണ്ടപ്പോൾ പറഞ്ഞു, കോവിലിനത് വായിച്ചിരിക്കുന്നു, കോവിലിന് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഒരാളെ പറ്റി ഒരു പഠനം എഴുതിയിട്ട് ആൾക്ക് ഇഷ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന ആൾക്ക് ഇതിലും വലിയൊരു സംതൃപ്തി ഉണ്ടാവാൻ. പിന്നീട് ഞാൻ കോവിലിനെ കണ്ടത് കോവിലിന് പ്രസംഗവേദികളിലൊക്കെ അദ്ദേഹം പ്രസംഗം കേൾക്കാൻ പോയിട്ടുള്ളതല്ലോ. അടുത്ത് ഞാൻ സംസാരിച്ച് പിന്നീട് കോവിലിന്റെ സാഹിത്യപരിഷത്തിന്റെ അവാർഡ് കിട്ടി. സാഹിത്യപരിഷത്തിന്റെ പുരസ്കാരം കോവിലിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതി സുധാരനോട് വിളിച്ചു പറഞ്ഞു, കോവിലുമായിട്ടൊരു അഭിമുഖം നടക്കണം. ശരി എന്ന് പറഞ്ഞ് ഞാൻ കോവിലിനെ വിളിച്ചൊരു ഡേറ്റൊക്കെ തീരുമാനിച്ചാൽ ഞാൻ വരാം. ഞാൻ ചെല്ലുന്ന ദിവസം അതിന്റെ തലേ ദിവസം വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നു കോവിലിന്. അപ്പോൾ വളരെ സന്തുഷ്ടനായിരിക്കുകയാണ് കോവിൽ. അവിടെ നിന്ന് കോവിലിനുമായിട്ട് കോവിലിന്റെ വീട്ടിൽ വെച്ച് കുറേ നേരം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതികളെ പറ്റി എഴുതാൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ദീർഘമായി കോവിലൻ സംസാരിക്കുകയും ആ അഭിമുഖം പിന്നീട് മാതൃഭൂമി വരികയും ഉണ്ടായിരുന്നു. ഇതൊരു പിന്നെ കോവിലിന്റെ നോവലുകളെ പറ്റി തൃപ്പൂണിത്തുറ മഹാത്മാ വായനശാലയിൽ വെച്ച് നടന്ന ഒരു സംവാദത്തിൽ മുഖ്യ പ്രബന്ധ വരികൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അന്ന് അത് ഒരുപാട് പേര് താല്പര്യമുണ്ടായിരുന്നു കോവിലിന്റെ കൃതികളെ പറ്റിയുള്ള പഠനം എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴൊക്കെ കോവിലൻ ഒരു 3-4 തവണ എനിക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാഷണം ഏറ്റതിന് ശേഷം ഞാൻ പഴയ കത്തുകളൊക്കെ തപ്പി നോക്കിയപ്പോൾ കോവിലിനായിട്ട് ഒരു കത്ത് എനിക്ക് എൻ്റെ കയ്യിൽ കിടന്ന് കിട്ടി. അതിൻ്റെ കുറേ ഭാഗം ബാക്കിയൊക്കെ
മറ്റു ചില വിഷയങ്ങളെ പറ്റിയാണ്. ആ കത്ത് ഞാൻ കോവിൽ നിന്ന വലിയ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതാണ് കത്ത്. അരിയന്നൂർ, തൃശൂർ, 1984 ഓഗസ്റ്റ് 18. കാലമായി 29 കൊല്ലം മുമ്പ് എഴുതിയ കത്താണ്. പ്രിയപ്പെട്ട വസന്തൻ, 4-4.5 വർഷത്തോളം ഞാൻ ഹിമാലയത്തിലായിരുന്നു. കാഞ്ചൻജംഗയിൽ നിന്ന് നേരെ 2 കിലോമീറ്റർ ദൂരത്തിൽ 1 വർഷം താമസിച്ചു. 17,000 അടി ഉയരത്തിൽ നാഥുല സ്ഥിരം വരെ യാത്ര ചെയ്തു. ഹിമാലയത്തിൽ കയറിയ മനസ്സ് തിരിച്ചു വരുമ്പോൾ തകിടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 യാദൃച്ഛികകളായാൽ ഒരു ജീവിതമായി എന്നും മറ്റും മനസ്സിൽ വന്നത് ഹിമാലയത്തിൽ വെച്ചായിരുന്നു. വിധി, യോഗം എന്നും മറ്റും ഇന്ന് ഞാൻ കരുതുന്നില്ല. യാദൃച്ഛികതകൾ വസ്തുതയാകുന്നു. ഇതുകൊണ്ടാണ് മാർക്സിനെ മനസ്സിലായത്. 1923 ജൂലൈ 9-ാം തീയതി 1098 മിഥുനം 25 തിങ്കളാഴ്ച 11:40 വിനാഴിക പുലർന്നപ്പോൾ ജനനം. തൃശൂർ ജില്ല, കണ്ടാണിശ്ശേരി വില്ലേജ്, കണ്ടാണിശ്ശേരി ദേശം. അച്ഛൻ വട്ടംപറമ്പിൽ ശങ്കു വേലപ്പൻ, അമ്മ കൊടക്കാട്ട് കുഞ്ഞാണ്ടി കാളി. അകാലത്തിൽ മരിച്ചുപോയ അമ്മാവന്റെ പേരാണ് അയ്യപ്പൻ. കൊടക്കാട്ടി കുടുംബം വൈദ്യന്മാരുടെ കുടുംബമാകുന്നു. അമ്മാവൻ വൈദ്യനായിരുന്നില്ല. അമരം കാവ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പലതവണ അമ്മാവന്റെ അമര കാവ്യ പാരമ്പര്യത്തെപ്പറ്റി കേൾക്കുകയും ചെയ്തു. കൊളംബിൽ പോയവരിൽ ആദ്യത്തെ ബാച്ചിൽ കുഞ്ഞാണ്ടിയും ഉണ്ടായിരുന്നില്ല. അതെന്തുമാകട്ടെ, കൊളംബിൽ പോയി കണ്ടാണിശ്ശേരിയിൽ ആദ്യം തിരിച്ചെത്തിയ സാഹസികൻ ഇദ്ദേഹമായിരുന്നു. കൊളംബുകാരൻ കുഞ്ഞാണ്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മാറിയ പേര്. വട്ടംപറമ്പിൽ ശങ്കുവിന്റെ അച്ഛൻ കുണ്ടു. ഇവർ കൃഷിക്കാരായിരുന്നു, ചെത്തുകാരായിരുന്നില്ല. എന്റെ അച്ഛന് 8-9 വയസ്സായിരുന്നപ്പോൾ 1068 തോന്നുന്നു നടപ്പ് ദീനത്താൽ മുത്തച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ ഞാനൊരു രാജകുമാരനായിരുന്നു, രാജകുമാരൻ അനാഥനായി തീർന്നു എന്നതാണ് കഥ. അച്ഛനമ്മമാർക്ക് 4 പേരാണ് മക്കൾ. അമ്മ 7 പെറ്റു, 3 പേർ ബാല്യത്തിലേ മരിച്ചുപോയി. ഞാൻ ഇളയ പുത്രൻ ഓമന. തങ്ക എന്നായിരുന്നു ഓമനപ്പേർ. 2 സഹോദരിമാരുണ്ട്, ഒരു സഹോദരനുണ്ട്. ഇളയ സഹോദരി ഇപ്പോഴും തങ്ക എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ അച്ഛനെ വിളിച്ചു കേൾക്കാൻ എന്റെ മക്കൾക്കും കൗതുകം. അവർ അമ്മായിയോട് രഹസ്യമായി ആവശ്യപ്പെടുന്നു, അച്ഛനെ ഒന്ന് വിളിക്കൂ. കണ്ടാണിശ്ശേരിയിൽ പുല്ലാനിക്കുന്നിന്റെ താഴ്വരയിൽ മണ്ണുത്തി ഞാൻ പറമ്പിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പോൾ കുന്നിന്റെ മുകളിൽ താമസിക്കുന്നു. സൗകര്യങ്ങളുള്ള സ്ഥലം അന്വേഷിച്ച് നാടും വീടും വിട്ടുപോകാൻ ഒരു കാലത്ത് എനിക്ക് കഴിയില്ല. മുനിമള പുല്ലാനിക്കുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പുരയിടത്തിൽ തന്നെയാകുന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ബുദ്ധഭിക്ഷു ധർമ്മസ്കന്ധൻ മുനിമളയിൽ വന്ന് താമസിച്ചു. ധർമ്മസ്കന്ധൻ അന്നും പിന്നീടും എന്റെ ജീവിതബോധത്തെ സ്വാധീനിച്ചിരുന്നു. നെന്നയൂർ സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചറായിരുന്ന കണ്ഠര് മാസ്റ്ററെ കാണിച്ചു. അദ്ദേഹം പ്രോത്സാഹനം തന്നു. കണ്ഠര് മാസ്റ്റർ അച്ഛന്റെ കസിനായിരുന്നു, അമ്മാവന്റെ മകൻ. പിന്നീടാണ് ഈ ബന്ധം ഞാൻ അറിയുന്നത്. നെന്മയൂർ സ്കൂളിൽ 8-ാം തരം വരെ പഠിച്ചതിനിടയ്ക്ക് എന്റെ കവിതക്കമ്പം മാത്രമാണ് മനസ്സിലാക്കിയിരുന്നു. അന്യനെ അപഹസിക്കാൻ കവിത ഉപയോഗിക്കരുത് എന്ന് തുടങ്ങി നല്ല നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക പോക്കാൻ കഥ എഴുതരുത് എന്ന് പിന്നീട് ഒരിക്കൽ ഒരു സ്നേഹിതൻ എന്നെ ശക്തം കിട്ടുകയും ചെയ്തു. സംസ്കൃത കോളേജിൽ ഞാൻ ഗുരുനാഥന്മാരെ കണ്ടെത്തി. പാവങ്ങൾ വായിച്ച ഉടനെ കുറ്റവും ശിക്ഷയും വായിച്ചു. മനസ്സിൽ ഒരു മഹാലോകം നിറഞ്ഞ പോലെ തോന്നി. ആയിരത്തനെ ചെറുകാട് മാഷെ കിട്ടി. ബ്രഹ്മചര്യം ഉപദേശിച്ച ഡോക്ടർ E.R. ശ്രീകൃഷ്ണ ശർമ്മ ധർമ്മസ്കന്ധന് ശേഷം എനിക്ക് കിട്ടിയ ആത്മാവിന്റെ ആചാര്യനാകുന്നു. പിന്നീട് കാവ്യത്തിൽ ശൃംഗാരം എത്രത്തോളമാവാം, എങ്ങനെയാവാം എന്ന് ഒറ്റപ്പാലത്തിനടുത്ത് ശ്രീരാമകൃഷ്ണൻ ആശ്രമത്തിലുള്ള യുവ സന്യാസിയും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ശ്രീമാന്മാർ C.C. വാസുദേവൻ ഇളയത്, K.P. നാരായണപിഷാരി, M.D. ശങ്കുണ്ണി നായർ, സംസ്കൃത കോളേജിൽ കിട്ടിയ ഗുരുനാഥന്മാർ ഇവരാകുന്നു. ഒരു ഗദ്യലേഖനം എഴുതി
KP നാരായണ പിഷാചി മാഷെ കാണിച്ചു. മാസ്റ്റർ പറഞ്ഞു, ഗദ്യം എഴുതണമെങ്കിൽ, കഥ എഴുതണമെന്നുണ്ടെങ്കിൽ മഹാഭാരതം വായിക്കും. അങ്ങനെയാണ് ഞാൻ മഹാഭാരതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നെ ഹയർ എലിമെന്റ്, പിന്നീട് അദ്ദേഹം പാവറട്ടി സാഹിത്യ ദീപിക കോളേജിൽ സംസ്കൃത വിദ്വാൻ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പോയി. ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ 1945 സ്കൂൾ വിട്ടുപോകും. 1943 ഒക്ടോബറിൽ നേവിയിൽ ചേർന്നു. ആന്റി സബ്മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പറേറ്റർ ട്രെയിനിങ് എന്നായിരുന്നു ജോലി. ബംഗാൾ ഉൾക്കടലിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നു സേവനം. 1946 ജോലിയിൽ നിന്ന് പിരിഞ്ഞു. 1948 SSLC പാസ്സായി. കോളേജിലോ TTCക്കോ ചേരാനായില്ല, നേരെ പട്ടാളത്തിൽ പോയി ചേർന്നു. 1948 ജൂലൈയിൽ പട്ടാളത്തിൽ സിഗ്നൽ സ്കൂളിൽ റേഡിയോ മെക്കാനിക്സ് ആയി ചേർന്നു. ഇലക്ട്രോണിക്സിൽ പരിശീലനം കിട്ടി. 1962 ചൈനീസ് ആക്രമണത്തിന് ശേഷം ഹിമാലയത്തിൽ 5 കൊല്ലം ചെലവഴിച്ചു. 1967 കാൺപൂരിൽ IITയുടെ NCC യൂണിറ്റിൽ ഹരിദാർ മേജറായി ജോലി നോക്കി. 68 പെൻഷൻ പറ്റി. തിരിച്ച് നാട്ടിലേക്ക് പോന്നു. എഴുത്തും വായനയും തന്നെ. 2010 ജൂൺ 2 കോവിലൻ നമ്മൾ വിട്ടുപിരിഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ സംഭവ ബഹുലം എന്ന് തന്നെ പറയാവുന്ന ജീവിതത്തിന്റെ ഒരു രൂപരേഖ. കോവിലിന്റെ സാഹിത്യത്തെ പറ്റിയുള്ള ഒരു അപഗ്രഥനമോ പഠനമോ ഇത്തരം വലിയ സദസ്സുകളിലെല്ലാം ചെയ്യേണ്ടത് എനിക്കറിയാം. അത് വളരെ ഒതുങ്ങിയ ഒരു സദസ്സിൽ വെച്ച് വളരെ കൃത്യമായി സംവാദ രൂപത്തിൽ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഫലപ്രദമാകൂ. ഇവിടെ ഞാൻ ചെയ്യുന്നത് കോവിലിന്റെ നോവലുകളെ 2ആയി തരംതിരിച്ചതിൽ തട്ടകവും തോറ്റങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പട്ടാള നോവലുകളായ ആ 3 നോവലുകളെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരിക്കൽ കൂടി അത് വായിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവുക, വായിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് വായിക്കണം എന്നൊരു തോന്നലുണ്ടാവുക. ഈ രണ്ടാമതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലാണ് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പട്ടാള നോവലുകൾ മാത്രമേ ഞാൻ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. ഒരു വാചകത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കോവിലിന്റെ മറ്റൊരു ചെറിയ കൃതിയുണ്ട്, ജന്മാന്തരങ്ങൾ എന്നുള്ള നോവലിൽ കോവിലിനൊരു വാചകം എഴുതിയിട്ടുണ്ട്. ഓരോ മനുഷ്യനിലും ഓരോ ഇതിഹാസം ഉറങ്ങുന്നുണ്ട്. ഇത് KP നാരായണ പിഷാചി ഭാരതം വായിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് കിട്ടിയ സത്താണ് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ മനുഷ്യനിലും ഓരോ ഇതിഹാസം ഉറങ്ങുന്നുണ്ട് എന്നാണ്. ഭിന്ന സ്വഭാവക്കാരായ കോവിലിന്റെ രചനാ രീതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഭിന്ന സ്വഭാവക്കാരായ കുറെ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളെപ്പറ്റി വളരെ സ്വാഭാവികമായ ചില ചിത്രണങ്ങൾ, ആ ഭിന്ന പ്രകൃതികളായ ആളുകൾ ഒന്നിച്ചു കൂടി വരുമ്പോഴുണ്ടാകുന്ന കൂട്ടായ ചില അനുഭവങ്ങൾ, കാര്യകാരണ ബന്ധം, ഉൽപ്പത്തി വികാസ വിലയന ക്രമം, ഇവയൊന്നും കോവിലിന്റെ ഈ കഥാപാത്രങ്ങൾക്കില്ല. അതായത് ഇതിവൃത്തത്തെപ്പറ്റി സുഖദമായ ഒരു ഐസ്ക്രീം സങ്കല്പം ഉണ്ടല്ലോ നമുക്ക്, അത് കോവിലിനില്ല എന്നർത്ഥം. കോവിലിന് തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ഒരാളെ പറ്റി മറ്റൊരാൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ 2 പേരിൽ ഒരാൾ മനുഷ്യനല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ചില ഭാഗികമായ കാഴ്ചകൾ മാത്രം, അതും ചില ദിങ്മാത്ര ദർശനങ്ങൾ മാത്രമാണ് പറയുന്നത്. ആ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം, ഒരൊറ്റ കഥാപാത്രവും സെന്റിമെന്റലല്ല, വികാരഭരിതനായ ഒരു കഥാപാത്രവും കോവിലിനില്ല. അഗാധമായ ദുഃഖത്തിന്റെ മുമ്പിൽ നിസ്സഹായരായ ബലിമൃഗങ്ങളാണ് അദ്ദേഹത്തിന്റെ മിക്കവാറും കഥാപാത്രങ്ങൾ. അതുകൊണ്ട് എന്ത് പറ്റും, സെന്റിമെന്റലിസം വരുത്തുന്നതായിട്ടുള്ള ഒരു ഏകകാലത അത് കോവിലിനില്ല. ദുഃഖത്തിന്റെ ഭിന്നവും ഭീകരവുമായ അനവധി മുഖങ്ങളാണ് കോവിലിൽ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ടോൾസ്റ്റോയ് പറഞ്ഞത് തന്നെയാണ്, ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അലൈക്ക്, എവരി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന് ഇതിന് തുടങ്ങുന്ന വാചകമാണ്. കോവിൽ അതാണ് ചെയ്യുന്നത്. ഒരുപാട് ദുഃഖിതർ, ആ ദുഃഖങ്ങൾക്ക് സമാനതകളുണ്ട്.
ഓരോ ദുഃഖവും നമ്മെ വല്ലാതെ ക്ലേശിപ്പിക്കുന്നതും നമ്മളുടെ മനസ്സിൽ ഉൾമണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുന്നതുമായ ഒരു അവതരണ രീതിയാണ്. ദുഃഖകഥകൾ സ്മൃതികളിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും കൊണ്ടുവരുന്നത്. ഒരു ദുഃഖ സംഭവത്തെ വിവരിക്കുകയല്ല, പലപ്പോഴും അത് ഓർമ്മകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഗ്രാമസ്മൃതികളിലൂടെയാണ് അവ പലതും ചിതറി വീഴുന്നത്. അവ പിടിച്ച് നാം അവയുടെ വേരുകൾ തേടിപ്പോയി അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ വളർച്ച, ഭാവിയെപ്പറ്റി ഇവയെപ്പറ്റിയൊന്നും കോവിലിന് ഒരാശങ്കയുമില്ല. യുദ്ധത്തിൽ തോക്കിന് മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവിയെപ്പറ്റി എന്താശങ്കയാണ്? അവരുടെ ഭൂതകാലത്തിൽ പങ്കാളിയാവുന്ന വായനക്കാരന് ജീവിതത്തിന്റെ ഭിന്ന ഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോവിലൻ ഒരു ഇതിവൃത്തം ഉണ്ടാക്കുന്നില്ല, കുറെ അനുഭവങ്ങൾ പകരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വളർച്ചയെത്തിയ മനുഷ്യൻ മാത്രമേ ഉള്ളൂ കോവിലിന്റെ നോവലുകൾ. അവർ വളർന്നു വന്ന ആ വളർച്ചയുടെ ക്രമം ഇല്ല. അതുകൊണ്ട് ഒരു വലിയ മെച്ചം കിട്ടി. സ്ഥലകാലങ്ങളുടെ കടിഞ്ഞാണിൽ നിന്ന് ഈ ആഖ്യാതാവിന് മുക്തി നേടിയെടുക്കാൻ സാധിച്ചു. സാധാരണ ഈ സ്ഥലകാലങ്ങളുടെ കടിഞ്ഞാണിൽ നിന്നും മോചനം നേടാൻ വേണ്ടി നോവലിസ്റ്റുകൾ അംഗീകരിക്കുന്നത് ബോധധാരാക്രമം എന്ന ഒരു സമ്പ്രദായം ആണ്. കാലത്തെയും സ്ഥലത്തെയും അതിജീവിക്കൽ. കോവിലിൽ ഒരിക്കലും ഈ ബോധധാരാക്രമം അംഗീകരിച്ചിട്ടില്ല. ബോധധാരാക്രമത്തിൽ മരിക്കാൻ ഇനി അരനാഴിക മാത്രമേ നേരമുള്ളൂ എന്ന് വിചാരിച്ചു കിടക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഭൂതകാല സംഭവങ്ങൾ ഒക്കെ മിന്നി മറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിവൃത്തത്തിന് സഹായകമായ കാര്യങ്ങൾ മാത്രമേ അയാളുടെ ബോധധാരയിൽ വരുന്നുള്ളൂ എന്നുള്ളൊരു കുഴപ്പം. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കോവിലിനാവട്ടെ ഈ സമ്പ്രദായത്തിലേക്ക് കടന്നു പോകുന്നേയില്ല. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഊറിയ കയ്പ് നിറഞ്ഞ പ്രതികരണം, ഗ്രാമനിഷ്കളങ്കതയെ പറ്റിയുള്ള നിസ്സഹായ വിഷാദം, കുടുംബ ബന്ധങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വൈകാരിക സ്ഫുരണങ്ങൾ, അമർത്തപ്പെട്ട പൗരുഷൻ. കോവിലിന്റെ അരങ്ങും അണിയറയും ഈ മണ്ഡലങ്ങളിലാണ്. ചില കഥാപാത്രങ്ങൾ, ഉദാഹരണമായിട്ട് നായക് വിദ്യാധരൻ MNSD എന്നുള്ള നോവലിൽ അവതരിപ്പിക്കുന്ന പ്രമുഖനായ ഒരു ആദ്യത്തെ കഥാപാത്രമാണ് നായക് വിദ്യാധരൻ. തോമസ് ചെറിയാൻ അതേ നോവലിൽ തന്നെ, മുത്തയ്യ, ദീനദയാൽ, സേവാസിംഗ്, അങ്ങനെ കുറെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ നായക് വിദ്യാധരൻ കേരളത്തിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് പട്ടാളത്തിൽ പോയി ചേർന്ന ഒരാളാണ്. ദേശീയ ബോധം കൊണ്ടോ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല, നാട്ടിൽ പട്ടിണിയാണ്, വിശപ്പാണ്, പട്ടാളത്തിൽ ചെന്നാൽ ഭക്ഷണം കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു നായക് വിദ്യാധരന്റെ പ്രലോഭനം. അയാളങ്ങനെ പട്ടാളത്തിൽ ചേർന്നു. രാജ്യസ്നേഹമൊന്നും ആയിരുന്നില്ല അതിന്റെ കാര്യം. കോവിലും പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ വിശപ്പിന്റെ കഥകൾക്ക് സാക്ഷി നിന്നവരാണ്. അയാള് പട്ടാളത്തിൽ 2 കൊല്ലം ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നാട്ടിൻപുറത്തുകാരി ആയ രജനി എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എനിക്കൊരു പെണ്ണുണ്ട്, എനിക്കൊരു വീടുണ്ടാവും എന്ന് അയാൾ സ്വപ്നം കാണുകയാണ്. പക്ഷെ 13 ദിവസമേ ആ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. തിരിച്ച് പട്ടാളത്തിൽ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് പട്ടാളത്തിലേക്ക് വരാൻ കൽപ്പന വന്നു. നായക് വിദ്യാധരൻ പോവുകയാണ്. പട്ടാളത്തിൽ ചെന്ന് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ യാത്രയിൽ അയാളുടെ ട്രക്ക് മറിഞ്ഞ് അയാളുടെ 2 കൈകളും മുറിഞ്ഞിരുന്നു. 13 ദിവസം മാത്രമുള്ള ഒരു ദാമ്പത്യ ബന്ധം. വികലാംഗനായ ഒരു ഭർത്താവ് തന്റെ 2 കൈകളും പോയ കഥ പറയാതെ അയാൾ കാര്യത്തിലിരുന്ന് കരയുകയാണ്. കണ്ണീര് തുടയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അയാൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വിവരം അറിയിക്കുന്നു. ഒരു മഹാദുഃഖത്തിന്റെ കഥയായിട്ട് നമ്മളുടെ മനസ്സിൽ വരികയാണ്. അയാൾ തന്റെ വിശപ്പിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ബാരക്കിന് മുമ്പിൽ ഈ പട്ടാളക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളയും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഒരു പട്ടിയെ അയാൾ ചിത്രീകരിക്കുന്നു. അത് കൊതിയോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് ചേർന്ന ഉടനെയാണ് ഈ പട്ടാളക്കാരെ ഇടയ്ക്കൊരു കഷ്ണം ചപ്പാത്തിയോ കുറച്ച് ചോറോ റൊട്ടി കഷ്ണം ഒക്കെ ഇരുന്ന് കൊടുക്കുക. ആ പട്ടി അത് ആർത്തിയോട് കൂടി തിന്നാണ്. എന്നിട്ട് ആ പട്ടി ആ ബാരക്സിന്റെ ഗ്രൗണ്ടിൽ എവിടെയോ 2 കൊല്ലം ഒരു കൊല്ലത്തിനിടയ്ക്ക് അത് വെച്ച് 3-4 കുഞ്ഞുങ്ങളുണ്ടായി. നാട്ടിൻപുറത്ത് സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പാടത്തിന്റെ വക്കത്ത് കുറുകുറയുള്ള പട്ടിക്കുട്ടികളെ കണ്ട ഓർമ്മ ഇയാളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിന് കുറച്ചൊക്കെ ഭക്ഷണം കൊടുക്കും. പെട്ടെന്നാണ് അവിടുന്ന് ആ റെജിമെന്റ് നീങ്ങേണ്ടി വന്ന ഒരവസരം ഉണ്ടായത്. തലങ്ങും വിലങ്ങും ലോറികൾ വീഴി പായുകയാണ് ഗ്രൗണ്ടിൽ മുഴുവൻ. ഈ നായക്കുട്ടികൾ ഒരു കല്ലിന്റെ താഴെ ഒളിച്ചിരിക്കുകയാണ്.
12 ടൺ ഭാരം കയറ്റുന്ന ഒരുപാട് ചക്രങ്ങളിലെ ലോറികളാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്. ഒരു ലോറി പോയി പിന്നാലെ പോയി ഈ കല്ല് പൊടിച്ച് അരച്ചുകൊണ്ടാണ് ലോറി പോകുന്നത്. ഒരു ജീപ്പിന്റെ പുറകിൽ ആ ക്യാമ്പ് വിട്ടു പോകുന്ന വിദ്യാർത്ഥി തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പട്ടിക്കുട്ടികൾ വിശ്രമിച്ചിരുന്ന അത് അഭയം തേടിയിരുന്ന അതിന് മുകളിലൂടെയാണ് ട്രക്കുകൾ പോയിട്ടുള്ളത്. ആ മണ്ണ് നനഞ്ഞിട്ടുണ്ടാവുമോ, ആ മണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകുമോ എന്ന് നോക്കാനുള്ള ധൈര്യമില്ലാതെ ഇയാൾ തന്നെ കുനിച്ചിരിക്കുന്നതായിട്ട് തെറ്റാണ് ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ മുത്തയ്യ മറ്റൊരു കഥാപാത്രമാണ്. മുത്തയ്യ പട്ടാളത്തിലെ ആചാര്യാണ്, ആചാര്യപ്പണിക്കാരനാണ്. അയാൾ ഡോക്ടർക്ക് റേഡിയോ സ്റ്റാൻഡ് പണിതു കൊടുത്തു. കേണലിന്റെ വീട്ടിൽ പാത്രങ്ങൾ വയ്ക്കാനുള്ള ഷെൽഫ് പണിതു കൊടുത്തു. അവർക്കൊക്കെ തന്നെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് സമർത്ഥനായ മുത്തയ്യ മുതലെടുത്തു. അയാൾ മേഘാൽക്കുമാരെടുത്തുനിന്ന് പണം കടം വാങ്ങിച്ചു. അത് തിരിച്ചു കൊടുക്കുകയും അയാൾ തന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തുകയാണ്. പക്ഷേ ഈ മുത്തയ്യ ചതിയനും കൊള്ളരാത്തവനുമാണ് എന്നാണ് ആദ്യം നമുക്ക് തോന്നുക. പക്ഷെ വല്ലാത്തൊരു ദുഃഖത്തിന്റെ കഥയാണ് മുത്തയ്യക്ക് പറയാനുണ്ടായിരുന്നു. അയാൾ നാട്ടിൻപുറത്തിന് സാധാരണ കുട്ടിയായിരുന്നു. 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവിടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു സാഹിത്യത്തിന്റെ കമ്പം വളർത്തു പ്രാവുകളെ പോയി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഒരു പ്രാവിനെ മോഷ്ടിക്കാൻ ആരെയോ മുത്തയ്യയെ ചട്ടം കഴിച്ചു. കുറച്ച് കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു. വരുമ്പരാളികളെ പറ്റി ആലോചിക്കാതെ ഈ 12-കാരൻ കാറ്റിന്റെ പ്രാവിനെ മോഷ്ടിച്ചു. അത് പിടിച്ചു കേസായി. പോലീസുകാർ വന്നു. മുത്തയ്യയെ പിടിച്ച് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോയി. ജീപ്പിൽ നിന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. സാഹിബ് മകനെ വിട്ടുതരൂ എന്ന് പറഞ്ഞ് സാഹിബിന്റെ മുമ്പിൽ നിലത്ത് വീണ് കിടന്ന് കരയുന്ന മുത്തയ്യയുടെ അച്ഛനെ സാഹിബ് ഷൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുന്നതാണ്. കാഴ്ച മറന്നു. പിന്നെ അയാൾ ദുർഗുണ പരിഹാരശാലയിൽ ആണ്. അവിടെ അയാൾ ആചാര്യപ്പണി മാത്രമല്ല പഠിച്ചത്, ചതി, വഞ്ചന, കളവ്, മോഷണം എല്ലാം അയാൾ അവിടുന്ന് പഠിച്ചു. തിരിച്ച് പട്ടാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നയാൾ വളരെ കൃത്യമായി അത് ഉപയോഗിക്കുന്നു. ജയിലിൽ താമസിച്ച് പണിയെടുക്കുമ്പോൾ അയാൾക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അച്ഛൻ നടന്നു വന്നു. ദൂരെ 10-60 കിലോമീറ്റർ ദൂരം നടന്നാണ് അച്ഛൻ വരുന്നത്. വന്നിട്ട് ഈ മകൻ 3-4 മാസം പണിയെടുത്ത് കിട്ടിയ 5-6 ഉറുപ്പികയുണ്ട്, അത് അച്ഛന് കൊടുക്കും. അച്ഛനത് പോയി അതുകൊണ്ട് പോകും. ഇനി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു. ഒരു 3-4 മാസം കഴിഞ്ഞ് മുത്തയ്യ കാത്തിരിക്കുകയാണ്. അച്ഛൻ വരും, ഇന്ന് വരും, നാളെ വരും. പുറപ്പെട്ടുണ്ടാവില്ല. വഴിക്ക് എവിടെയെങ്കിലും തളർന്നിരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് വെച്ചൊരു കട്ടൻ ചായ കുടിക്കാനുള്ള പണം പോലും അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. എങ്കിലും വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മുത്തയ്യയ്ക്ക് വിവരം കിട്ടി. അച്ഛൻ വഴിയിൽ എവിടെയോ വീട് മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അയാളുടെ നിശബ്ദമായ ദുഃഖം അയാൾ ഒറ്റയ്ക്ക് സഹിക്കുക എന്നുള്ളതാണ്. രാജേന്ദ്ര സിംഗ് എന്ന് മറ്റൊരു കഥാപാത്രത്തെ അവർ അവതരിപ്പിക്കുന്നത്. അയാൾ പട്ടാളത്തിലെ സിക്ക രാജേന്ദ്ര സിംഗ് ആണ് അറിയുന്നത്. അയാളുടെ അച്ഛനും അമ്മയ്ക്കും മലയിലായിരുന്നു ജോലി. അയാളും അച്ഛനും അമ്മയും കൂടി ജപ്പാൻകാരുടെ ആക്രമണക്കാലത്ത് മലയിൽ നിന്ന് ബർമയിലൂടെ ആസാമിലൂടെ ഓടി ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഓടി വരുന്നതിനിടയിൽ എവിടെയോ ഒരാൾക്കൂട്ടത്തിൽ വെച്ച് അച്ഛനെ നഷ്ടപ്പെട്ടു. ഈ 8 വയസ്സുകാരന്റെ മനസ്സിൽ അച്ഛനെ പറ്റി കൃത്യമായ ഓർമ്മയുണ്ട്. അയാൾ പിന്നീട് ചെറുപ്പത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കത്തുകൾ എഴുതുകയാണ്. ഒരു കത്തിനും മറുപടി വരുന്നില്ല. വീണ്ടും അയാൾ എഴുതും, അച്ഛൻ്റെ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ. കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇപ്പോഴാണെങ്കിൽ അച്ഛന് 80-88 വയസ്സായിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാവാം. പക്ഷെ 80 വയസ്സുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ ജീവിച്ചിരിക്കുന്നുണ്ടാവാം ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും വീണ്ടും കത്തുകൾ എഴുതി തന്റെ ദുഃഖവുമായി കൊണ്ടിരിക്കുകയാണ്. നിരഞ്ജൻ സിംഗ് ഒരു ഡ്രൈവറായിരുന്നു. അയാൾക്ക് മറ്റൊരു ദുഃഖത്തിന്റെ കഥയാണ് പറയാനുള്ളത്. പഞ്ചാബിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലാണ് നിരഞ്ജൻ സിംഗ് ജീവിച്ചിരുന്നത്. ഹിന്ദു മുസ്ലിം ലഹളക്കാലത്ത് അയാൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുറെ ആളുകൾ ആ വീട്ടിലേക്ക് വലിയ ജിഹാദ്